അതായത് അർഹതയുള്ളവർക്ക് നമ്മൾ ഹീൽ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കും. അല്ലാത്ത ആളുകൾക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത് ഗൈഡൻസ് ആയിട്ട്? ഇരുഹൃദയ ധ്യാനം. ഇരുഹൃദയ ധ്യാനം അതെന്താണ്? അതൊരു മെഡിറ്റേഷനാണ്. അവർ കോർപ്പറേറ്റ് ചെയ്യണം. അവരെ എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വർക്കാവത്തുള്ളൂ. വർക്കാവും. 100% റിസൾട്ട് ആണ്. ചെയ്യണമെങ്കിൽ അതിലും ഉണ്ട് ഈ ട്രീറ്റ്മെന്റ് പ്രോഗ്രാം. ഞാനെപ്പോഴും ഗോഡിനെ കുറിച്ചാണ് എനിക്ക് പ്രോഗ്രാം. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് അതിലേക്ക് ഞാൻ പ്രോഗ്രാം എന്നെ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് അർഹതയുള്ളവർക്ക് നമ്മൾ ഹീൽ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കും. അല്ലാത്ത ആളുകൾക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത് ഗൈഡൻസ് ആയിട്ട്? ഇരുഹൃദയ ധ്യാനം. ഇരുഹൃദയ ധ്യാനം അതെന്താണ്? അതൊരു മെഡിറ്റേഷനാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ഇരുഹൃദയം, നമ്മുടെ ഹാർട്ടും ക്രൗണും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യം ആധ്യാത്മികമായിട്ട് നമ്മുടെ ഏത് തടസ്സങ്ങളെയും മാറ്റാൻ ചെയ്യുന്ന ഒരു മെഡിറ്റേഷനാണ് ഇരുഹൃദയ ധ്യാനം. അത് ചെയ്യുന്നതോടുകൂടി നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റും. അതിൽ ഹീലറായിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും എനർജി പാസ് ചെയ്യുന്നുണ്ടോ, അതോ അവർ തന്നെ ധ്യാനത്തിലേക്ക് പോവുകയാണോ? അത് ബുക്ക് ചെയ്യും. നമ്മൾ ചിലർക്ക് വന്ന് ഇത് മാത്രം മതി എന്ന് പറയുന്നവർക്ക് അതങ്ങ് കൊടുക്കുക. അത് അവർ സ്വയം ചെയ്താൽ. പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം അതിൻ്റേതായ വിധം വേറെ പ്രൊസീജിയറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ ഓറ ക്ലെൻസിങ് ചെയ്യുകയും ചെയ്യും, അതോടൊപ്പം ഇത് കൊടുക്കുക. അപ്പോൾ ഈ നമ്മുടെ ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. നമ്മുടെ പാപകർമ്മ സെമിസ്കോട്ട് എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഉണ്ട്. അതൊരു 500 പ്രാവശ്യം കാലത്ത് വടക്ക് കിഴക്ക് നോക്കി ചെയ്യണം. ഈവനിങ് വടക്ക് കിഴക്ക് നോക്കി 500 പ്രാവശ്യം ഞാൻ. അതിൽ കൂടെ നമ്മുടെ ചക്രാസ് ആക്ടിവേറ്റ് ആവും. പിന്നെ നമ്മുടെ പാപകർമ്മങ്ങൾ നമുക്കറിയില്ലല്ലോ നമ്മൾ എന്തൊക്കെ അപ്പോൾ ആ എക്സസൈസിലൂടെ അത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ടെക്നിക്സുകളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. ആ ഒരു ഗൈഡൻസ് മാത്രം നമ്മൾ കൊടുക്കും. ബാക്കി പിന്നെ ട്രീറ്റ്മെൻറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അല്ലാതെ അവർക്ക് ഇതില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഇരുഹൃദയ ധ്യാനം കൊടുക്കും. പക്ഷെ ട്രീറ്റ്മെൻറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് 100% റിസൾട്ട്. മാം, ഈ നെഗറ്റീവ് എനർജികൾ ഇന്ന് ആളുകളെല്ലാം അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം ഒരു നെഗറ്റീവ് എനർജിയുടെ ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ആത്മാക്കൾ, പ്രേതങ്ങൾ, ഇതിൻ്റെയൊക്കെ ദോഷങ്ങളാണെന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട്. യഥാർത്ഥത്തിൽ ഈ നെഗറ്റീവ് എനർജി ഉണ്ടോ, അല്ലെങ്കിൽ ആത്മാക്കളുണ്ടോ? അതായത് ഇത് നെഗറ്റീവ് എനർജിയും ഉണ്ട്, പോസിറ്റീവ് എനർജിയും ഉണ്ട്. അതായത് കുറച്ച് നാളിന് മുമ്പ് ഒരു വ്യക്തി എൻ്റെ അടുത്ത്, ഒരു ജ്യോത്സ്യനാണ് അദ്ദേഹം, കേട്ടോ, ഒരു കുട്ടിക്ക് വന്ന് കല്യാണം നടക്കാൻ വരുന്നതിനെല്ലാം നല്ല എഡ്യൂക്കേഷനാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഹീലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതായത് ഈ നമ്മുടെ ചക്രാസിന്ന് ബ്ലോക്കുകൾ മാറ്റി അതിൻ്റേതായ ട്രസ്റ്റിന് അന്നദാനങ്ങളുണ്ട്, കുലദേവതാ സമർപ്പണമുണ്ട്, അതോടൊപ്പം നമ്മൾ ഹീലേഴ്സിനും വേണം. അപ്പോൾ കാര്യങ്ങൾ ശരിയാവുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഈ നെഗറ്റീവ്, അതായത് രാവും പകലും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതേപടി ഈ പോസിറ്റീവ് നെഗറ്റീവ്, അതിൽ ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പാപകർമ്മങ്ങൾ ചെയ്തതാണ് നെഗറ്റീവായിട്ട് വരുന്നത്. അതിനെ നമുക്ക് റിമൂവ് ചെയ്ത് അവരെ നേരാന മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അത് അറിയില്ല. അതായത് ഇത് പോസിറ്റീവാണ് ഇതാണ്. പക്ഷെ ആരെങ്കിലും, ഞാനും ഒരു കാലത്തൊന്നും അറിയാത്തതെന്ന്, പക്ഷേ എല്ലാം ഗോഡ് ഗ്രേസ്, എല്ലാം എന്നിലേക്ക് വരുന്നു, ഞാൻ മറ്റുള്ളവർക്ക് അത് ഭാഗിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ അപ്പോൾ ഏത് കേസ് വന്നാലും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റേതായ റിസൾട്ട്സ് ഉണ്ട്. അതും അവർ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് അതും ഇതിൽ കൂടെ റിമൂവ്, ഈ ഫുഡ് പോയിസൺ ചിലർ ഇങ്ങനെ കൊടുത്തു ദൃശ്യം, അപ്പോൾ അതും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം പ്രാണിക് ഹീലിംഗ് ചെയ്താൽ, പ്രാണിക് ഹീലിങ്ങിലൂടെ നമുക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ആത്മാവിൻ്റെ ദോഷമാണ് അല്ലെങ്കിൽ ബാധാദോഷമാണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് അതെന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞു വരുന്നത്? അത് ഒരു സൈക്കിക് പ്രോബ്ലം ആണോ, അതോ യഥാർത്ഥത്തിൽ ആത്മാവോ ബാധയോ അങ്ങനെ കൂടിയതായിരിക്കും? അങ്ങനെയല്ല. എന്നുവെച്ചാൽ നെഗറ്റീവ് പേഴ്സൺസ് ആകുമ്പോഴത്തേ അവർക്ക് കൂടുതൽ നോളജ് ഇല്ലെന്ന് പറഞ്ഞില്ലേ. യഥാർത്ഥത്തിൽ അവർ ക്രിയ, സാധന, യോഗ ഇത് ചെയ്താൽ അവർക്കൊന്നും ബാധിക്കത്തില്ല. യഥാർത്ഥത്തിൽ ഈ ബാധാദോഷങ്ങളുമായിട്ട് വരുന്ന വ്യക്തികൾക്ക് അതെങ്ങനെയാണ് അവർക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത്? ഇത് പ്രാണി ഹീലിംഗ് ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാം.
നമ്മുടെ ഈ ഓറ ആൻഡ് ചക്രയുടെ ട്രീറ്റ്മെൻറ്റിലൂടെ അവരുടെ ബ്ലോക്കുകൾ മാറിക്കഴിഞ്ഞാൽ അവർക്ക് നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതേ ഈ ഉള്ളൂ. ബ്ലോക്കുകൾ മാറുമ്പോൾ എങ്ങനെയാണ് ഈ അവരുടെ കൂടെയുള്ള നെഗറ്റീവ് എനർജി ഒഴിഞ്ഞു പോകുന്നത്? അതിന് സൈക്കോതെറാപ്പി ഹീലിംഗ് ഉണ്ട്. അവർ മെൻ്റൽ ഡിസോർഡർ എന്ന ഈ സ്മോക്കിംഗ് അവർക്കൊക്കെ നെഗറ്റീവ് എലിമെൻറ്റ്സിൽ കൂടുതലായിരിക്കും അവരുടെ ചക്ര. അപ്പോൾ അതിൻ്റേതായ പ്രോഗ്രാം ഉണ്ട്. അത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ നോർമൽ കണ്ടീഷനിലേക്ക്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ സമയമെടുക്കും. ഈ പ്രേതബാധ അങ്ങനെയുള്ള ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ അതിന് കുറച്ച് സമയമെടുക്കും. എന്ന് വെച്ചാൽ ഈ ഹ്യൂമൻ ബോഡിക്കകത്ത് എല്ലാം കംപ്ലീറ്റ് നമുക്ക് റിമൂവ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് സമയമെടുത്ത് നമുക്ക് അവരെ ശരിയാക്കി. ഫുഡ് പോയിസൺ എന്ന് മാം ഉദ്ദേശിച്ചത് കൈവിഷമാണോ? കൈവിഷം പറഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. അതും നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. മാമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുമായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ഒരു ജ്യോതിഷി വന്നിരുന്നു. പുള്ളി വളരെ പ്രഗത്ഭനായ ജ്യോത്സ്യനാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തിക്ക് പിന്നെ ഗന്ധർവശല്യമുണ്ട്. ഗന്ധർവശല്യം അതായത് എന്തെങ്കിലും മംഗല്യങ്ങളൊക്കെ വരുന്ന അത് നിരസിക്കുന്നു. കല്യാണം വരുമ്പോൾ അത് ഒഴിഞ്ഞു കല്യാണം കഴിക്കണ്ട. അപ്പോൾ അത് കൂടിയ ഗന്ധർവനാണെന്നും പറഞ്ഞു. അപ്പം ഞാൻ ഹീലേഴ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ശരിയാക്കാം. എന്നുവെച്ചാൽ ഇത് വന്ന് വേറൊന്നും അല്ല, നമ്മുടെ ചക്രാസിലെ ബ്ലോക്കുകൾ മാറ്റി അതിന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് പ്രാണം എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാം. പക്ഷെ കുറേ സമയമെടുക്കും. കൂടിയ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ അതിനൊക്കെയാണ് ഞാൻ പറഞ്ഞത് ദാനകർമ്മ അപ്പോൾ അതെല്ലാം പ്രപഞ്ചം തന്നെ. അപ്പം എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സിസ്റ്റം എല്ലാം ചെയ്തു കൊടുക്കുക, പിന്നെ പരമാത്മ തന്നെ നോക്കിക്കോളും, ദൈവം നോക്കിക്കോളും. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്ത് എനിക്ക് തന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവയർനെസ് കൊടുക്കുക, ഇന്ന കാര്യങ്ങൾ അത് ചെയ്യും. അപ്പോഴും കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാക്കാൻ പറ്റും. മാമിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയ്ക്ക് മാമിന് ഭയം തോന്നിയ ഏതെങ്കിലും കേസുകൾ വന്നിട്ടുണ്ടോ? ഇല്ല. എന്നുവെച്ചാൽ നമ്മൾ ഈ ഓറ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിൽ ഒന്നും ഭയക്കേണ്ടത്. പലരും ഇങ്ങനെ വരുന്നവരൊക്കെ ചിലപ്പോൾ അവരുടെ മെന്റൽ കണ്ടീഷൻ വളരെ വ്യത്യസ്തമായിരിക്കും. അവർ വളരെ ആക്രോശിച്ചോ അല്ലെങ്കിൽ വേറൊരു രീതിയിലൊക്കെ അവർ കാണിക്കും. അത് നമ്മൾ ഈ ഓരോ വ്യക്തികളും നമ്മൾ കേസ് എടുക്കുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിരുന്നാലും നമ്മൾ ഒന്നും ബാധിക്കത്തില്ല. അപ്പം നമ്മൾ സാധനങ്ങൾ ചെയ്താൽ നമ്മൾ സ്ട്രോങ് ആയി. അപ്പോൾ നിത്യവും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്താൽ സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രോങ് ആയിരിക്കും. പിന്നെ അവർക്ക് കൂടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ല ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ മാം പറഞ്ഞല്ലോ, അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഇതേ ഹീലിംഗ് മെത്തേഡ് തന്നെയാണോ? അതെ. കാരണം ഈ ചക്രാസ് അതിൽ ഇപ്പം അവർ ഒരു കാര്യം പറയുന്നു, അതായത് നമുക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, അസുഖങ്ങളുണ്ട്, റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ട്, എല്ലാത്തിനും അതിൻ്റേതായ കാര്യങ്ങൾ പറഞ്ഞ് ചക്രാസ് പ്രോഗ്രാം ക്ലെൻസിങ് പ്രോസസ്സ് കഴിഞ്ഞ് പ്രപഞ്ചത്തിൽ നിന്ന് പ്രാണനെടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവുന്നത്. പക്ഷേ കുറച്ച് സമയം നമുക്ക് തരണം. അത് കഴിയുമ്പോൾ മാത്രമേ അത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സൂര്യൻ എങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നു, അതേപടി നമ്മുടെ പ്രഭാവലയം ജ്വലിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ പിന്നെ ആരോഗ്യം, സമാധാനം, ജോലി ചെയ്യാനുള്ള കഴിവ്, കാര്യക്ഷമത, പിന്നെ ഈ സമ്പത്ത് വർദ്ധിക്കാൻ. അപ്പോൾ ഈ ഊർജയിലാണ് ഇരിക്കുന്നത്. ഈ ഊർജ വികസിപ്പിച്ചെടുക്കണം ഓരോ വ്യക്തിയും. അവരിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിൽ നേടി ശാന്തിയും സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. എനിക്കൊന്ന് മാമിനെ കാണുമ്പോൾ തന്നെ എനിക്ക് ആ ഓറ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം അത്രത്തോളം തേജസ് ഉണ്ട് ആ മുഖത്ത്. അപ്പോൾ അത് അത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ ഇത് തുടങ്ങിയ കാലങ്ങളിൽ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലായിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ ഒരു വ്യക്തി വന്ന് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ കീഴെ കിടക്കും, അവരെഴുന്നേറ്റ് പോകും. പക്ഷേ അത് പ്രോപ്പർ ഓർഡറിലല്ല. പിന്നെ ഇതിൻ്റെ ഡിഗ്രീസ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ഷീൽഡെല്ലാം ഉണ്ട്. നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഇട്ടിട്ട് വേണം ഇത് ഓറ വിഷ്വലൈസ് ചെയ്ത് കാര്യങ്ങൾ. പിന്നെ ഞാൻ എടുക്കുന്ന കേസുകളെല്ലാം ഡിസ്റ്റൻറ്റ് മാത്രമാണ് കേട്ടോ. വീട്ടിലാരും വരണ്ട, എന്നെ ആരും കാണേണ്ട ആവശ്യമില്ല. എല്ലാം ഫോണിലൂടെ കൂടെയാണ് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സാമ്പത്തിക പ്രശ്നങ്ങളായിട്ട് വരുന്നു എന്ന് പറഞ്ഞില്ലേ, ഈ സാമ്പത്തിക പ്രശ്നങ്ങളുമായിട്ട് വരുന്നതിന് എന്തായിരിക്കും യഥാർത്ഥ പ്രധാന കാരണം? അവരുടെ കർമ്മ, നെഗറ്റീവ് കർമ്മ തന്നെയാണോ? കർമ്മ തന്നെയാണ്. അവരുടെ ബേസിക് കുണ്ടലിനി ബ്ലോക്ക് ആയിരിക്കും.
അത് മാറ്റിക്കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം പൂർണ്ണമായി അവർക്ക് മാറും. ചക്രാസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികം ഉണ്ട്. ഞാൻ വേറൊരു വ്യക്തി, ഒരു പുള്ളി ബിസിനസ് മാൻ ആയിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന ദുബൈയിൽ പുള്ളി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്ക് ഞാൻ വലിയ ഇതൊക്കെ ചെയ്തതായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല. അപ്പോൾ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു, ഒരു 21 ദിവസം നിങ്ങളിങ്ങനെ ചെയ്യും, അതിനുശേഷം കാശ് വന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. പുള്ളി അത് ചെയ്തു. 21 ദിവസം കഴിഞ്ഞപ്പോൾ 21 ശരി നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. 5ൻ്റെ അന്ന് അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടി. അത്ഭുതം. അതിൻ്റെ റിപ്പോർട്ടും എൻ്റെ കയ്യിലുണ്ട്. അത്ഭുതകരമായിരുന്നു. അതിൻ്റെ സാങ്ഷൻ കിട്ടി. ഡെയിലി കാശ് വരുന്ന. അപ്പം ആര് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ആര് ഫോളോ ചെയ്യുന്നു പറഞ്ഞു കൊടുക്കുന്ന അവർക്ക് 100% സക്സസ് ആണ്. അവരും കൂടെ നമ്മളെ കൂടെ കോർപ്പറേറ്റ് ചെയ്യണം. അവർ എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വർക്കാവത്തുള്ളൂ. വർക്കാവും. 100% റിസൾട്ടാണ്. അതിൽ ഹീലറായിട്ടുള്ള മാമിന് അതിനകത്ത് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയും? ഹീലറായിട്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും, പക്ഷെ അവർ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പ്രശ്നങ്ങൾ ഹിതമാണെന്ന് വെച്ചാൽ മാത്രം, ദൈവിക ഹിതം, അതായത് അതിന് വിരുദ്ധമായിട്ട് ഞാൻ ഒരു കർമ്മവും ചെയ്യാറില്ല, പോകാറുമില്ല. എന്നുവെച്ചാൽ നമുക്ക് അത് കിടന്ന് അനുഭവിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ കുറേ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. സാധാരണ ഹീലേഴ്സ് സംസാരിക്കത്തില്ല കൂടുതൽ. അങ്ങനെ സംബന്ധിച്ചാൽ അവരുടെ ഇപ്പോൾ ഹീലിംഗ് ചെയ്യാതിരിക്കുന്നവർ അതിൽ യൂസ് ചെയ്യും. അപ്പം ഞാൻ എന്നോട് എനർജി വന്ന് ജനങ്ങളോട് സംസാരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അവരുടെ സങ്കടങ്ങൾ കേൾക്കുന്നു. എന്നിട്ട് അത് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹീലായി പോകുമോ? ചിലർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഭയങ്കര ശാന്തി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. സംസാരിക്കുമ്പോഴേ അവർ ഭയങ്കര ആശ്വാസമായിരിക്കും. ഞാൻ സാന്ത്വനം കൊടുക്കും. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് ഒരു ഹീലിംഗ് ഉണ്ടാകുന്നുണ്ടോ? അതെ. നമുക്ക് ഇതൊരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഈ പ്രാണിക് എനർജി ഇല്ലേ, അത് എങ്ങനെയാണ് നമുക്കത് സെൻസ് ചെയ്യാൻ കഴിയുന്നത്? സ്കാനിങ്ങിലൂടെ നമ്മൾ ആ വ്യക്തിയുടെ പേര് പറയുന്നു, നമ്മളൊരു കാര്യം പറയുന്നു, എന്നിട്ട് നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഇന്ന വ്യക്തി ഇപ്പം അതായത് ഞാൻ പറയാം, ഈ പിന്നെ ചിലർ കള്ളങ്ങൾ ചെയ്യും. അപ്പോൾ അവർ ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കിതിൽ കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ എനർജി ഉണ്ടല്ലോ, നമ്മളൊരു കള്ളം പറയുമ്പോഴത്തേക്ക് ഈ ചുരുങ്ങും, നമ്മുടെ ഓറ തന്നെ ചുരുങ്ങും. നമ്മൾ സത്യം പറയുന്നത് നമ്മുടെ ഓറ വികസിക്കും. നമ്മൾ പറയുന്ന വാക്കുകൾക്കനുസരിച്ച് നമ്മുടെ ഓറ ചുരുങ്ങുകയും നമ്മൾ സത്യസന്ധമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഓറ ബ്രൈറ്റ് ആയിരിക്കാം. നമ്മുടെ ഓറ ചുരുങ്ങും കള്ളം പറയുമ്പോഴത്തേക്ക്. പക്ഷെ എല്ലാവർക്കും അത് അറിയില്ല. പിന്നെ ഇത് മാത്രമല്ല, അസുഖങ്ങൾ നല്ല സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിലും ഉണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം. ഞാനെപ്പോഴും ഗോഡിനെ കുറിച്ചാണ് എനിക്ക് പ്രോഗ്രാം. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് അതിലേക്ക് ഞാൻ പ്രോഗ്രാം എന്നെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ദൈവികമായ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പം അതിലാണ് ഒരു ആനന്ദം. ഈ ഭക്തിഗാനങ്ങൾ ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായിട്ട് അതിലാണ് കൂടുതലാണ്. പിന്നെ അതോടൊപ്പം ഈ പ്രപഞ്ചത്തിന് എല്ലാം നല്ല കർമ്മങ്ങൾ ചെയ്യണം. എത്രയോ പേർക്ക് ഈ നോളജ് ഇല്ലാതെ സഫർ ചെയ്യും. പൈസ ഉണ്ടായിരിക്കാം, പക്ഷേ നോളജ് കാണത്തില്ല. അപ്പോൾ അവർക്ക് അതിൻ്റേതായ രീതിയിൽ ഗൈഡൻസ് കൊടുക്കാൻ എനിക്ക് ഭഗവാൻ ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യം അദ്ദേഹം തന്നത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഇതിൽ ഞാൻ ആരുമല്ല, എല്ലാം പരമാത്മ ഇച്ഛ, എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് അദ്ദേഹത്തിന് സറണ്ടറായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം ദൈവം അറിയാതെ എൻ്റെ അടുത്തൊന്നും ഇല്ല. നമുക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് വഴികൾ ബ്ലോക്ക് പലപ്പോഴും എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സറണ്ടർ ചെയ്യും. പിന്നെ നമ്മൾ ദൈവത്തോട് ഇങ്ങനെ ടോക്ക് ചെയ്യാറുണ്ട്. അപ്പോഴും നമുക്ക് ആ ആൻസർ കിട്ടും. അത് വെച്ച് ഞാൻ പോകുന്നു മുന്നോട്ട്. എന്താണെങ്കിലും ഒരുപാട് നന്ദി എന്നെ ഇവിടെ വിളിച്ചതിനും ഇത്രയെല്ലാം കാര്യങ്ങൾ ഗുരുവിനെ കുറിച്ച് പറയാനും. നമുക്കിനി അടുത്ത മറ്റൊരു എപ്പിസോഡുമായിട്ട് എന്തായാലും താങ്ക് യു വെരി മച്ച്.